സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ മാസം മാത്രം പനി ബാധിച്ച് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് 1,18,760 പേരാണ്. മഴക്കാല രോഗങ്ങളായ ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണം പാളിയാൽ പണി പാളും. കാലവർഷം എത്തുന്നതിന് മുൻപേ ഈ മാസം മാത്രം പനി ബാധിച്ച് സംസ്ഥാനത്ത് ഇതുവരെ ചികിത്സ തേടിയത് 1,00,000-ലധികം പേരാണ്. ഡെങ്കിപ്പനി ബാധിതരുടെയും എലിപ്പനി ബാധിതരുടെയും എണ്ണവും വലിയ തോതിൽ ഉയരുകയാണ്. മെയ് 22-ന് മാത്രം സംസ്ഥാനത്ത് പനി ബാധിച്ച് 6,279 പേരാണ് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഈ മാസം ഇതുവരെ ഡെങ്കിപ്പനി ബാധിച്ചത് 602 പേർക്ക്. ഡെങ്കിപ്പനിയുടെ രോഗലക്ഷണവുമായി സംസ്ഥാനത്ത് 1,893 പേരാണ് ചികിത്സ തേടിയത്. മെയ് മാസം മാത്രം ഡെങ്കിപ്പനി ബാധിച്ച് 2 പേർ മരണത്തിന് കീഴടങ്ങി. മഴക്കാലത്ത് പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളായ ചിക്കുൻഗുനിയ, എലിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് എന്നിവ ബാധിച്ച് ആശുപത്രിയിലേക്ക് എത്തുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. മെയ് മാസത്തിൽ 103 പേർക്കാണ് സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചത്. അതിൽ 6 പേർ മരിച്ചു. മഞ്ഞപ്പിത്തം ബാധിച്ച 534 പേരിൽ 6 പേർ മരണത്തിന് കീഴടങ്ങി. മേൽപ്പറഞ്ഞ കണക്കുകളെല്ലാം സർക്കാർ ആശുപത്രികളിലേതാണ്. സ്വകാര്യ ആശുപത്രികളിലേക്കൂടെ കണക്കെടുത്താൽ രോഗബാധിതരുടെ എണ്ണം ഇനിയും ഉയരും. കേരളത്തിൽ കാലവർഷം എത്തുന്നതോടെ ജലജന്യ രോഗങ്ങളും വർദ്ധിക്കും. സ്കൂൾ തുറക്കുന്നതോടെ കുട്ടികൾക്കിടയിൽ ഇത്തരം പകർച്ചവ്യാധികൾ പടരാൻ സാധ്യത ഏറെയാണ്. അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് നിന്ന് അക്ഷയ കൃഷ്ണാനന്ദ് തത്സമയ വിവരങ്ങൾ നൽകും. അക്ഷയ, ഒരു മഴക്കാലം കാലവർഷം എത്തുന്നതേ ഉള്ളൂ, പക്ഷെ അതിനു മുൻപ് തന്നെ പകർച്ചവ്യാധികൾ കേരളത്തെ സമഗ്രമായി പിടിമുറുക്കിയിരിക്കുന്നു. പല ആശുപത്രികളിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മഴക്കാല ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ആക്ഷേപങ്ങളൊക്കെ തിരുവനന്തപുരത്തടക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്കറിയാം. എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? കണക്കുകൾ എങ്ങനെ? ജിൽസി, വളരെ ആശങ്കാജനകമായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് നിലവിൽ മഴക്കാലത്തിലേക്ക് സംസ്ഥാനം കടന്നിട്ടില്ല. അതായത് കാലവർഷം മെയ് 26 മാത്രമാണ് എത്തുക എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ പോലും സ്ഥിരമായി, അതായത് കേരളത്തിലെ സംസ്ഥാനത്തെ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിലേക്ക് പനി ബാധിതരായി എത്തുന്നവരുടെ എണ്ണം 1,00,000-ലധികം ഈ മാസം മാത്രം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമായിട്ടുള്ള കണക്കുകൾ തന്നെയാണ്. അതായത് കാലവർഷം എത്തിയാൽ ഇനിയും ഈ പകർച്ചവ്യാധികളുടെ എണ്ണത്തിൽ കൂടുതലായിരിക്കും, അത് പടരുന്നത് അതിവേഗമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ മഴക്കാലത്ത് പടരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മഞ്ഞപ്പിത്തം തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെ. മാത്രമല്ല ഈ വയറിളക്കം പോലുള്ള രോഗങ്ങളും മഴക്കാലത്ത് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള രോഗങ്ങളും വളരെ കൂടുതലാണ്. അത് മഴക്കാലത്ത് കൂടുതലാകുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്നാൽ ഈ സമയത്താണ് കൊതുകുകൾ കൂടുതൽ പെറ്റുപെരുകുന്നത്. അതുപോലെ തന്നെ ഈച്ചയും പെറ്റുപെരുകുന്നത് മഴക്കാലത്താണ്. നമുക്കറിയാം ഈ മഴക്കാലത്ത് നമ്മുടെ വീടിനടുത്തൊക്കെയുള്ള ഈ ചിരട്ട പോലെയുള്ള വസ്തുക്കളിലെല്ലാം തന്നെ വെള്ളം നിന്നിട്ട് ഇതിലാണ് കൊതുകുകളെല്ലാം പെറ്റുവരുന്നത്. സ്വാഭാവികമായിട്ടും കൊതുക് പടർത്തുന്ന രോഗങ്ങളാണ് ഈ ചിക്കുൻഗുനിയും അതുപോലെ തന്നെ ഡെങ്കിപ്പനിയും. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ അപകടകരമായിട്ടുള്ള ചില രോഗങ്ങൾ തന്നെയാണ് ഇവയെല്ലാം. ഈ ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാൻ വൈകിക്കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണത്തിലേക്ക് വരെ നയിക്കുന്ന രോഗങ്ങളാണ് ഇതെല്ലാം. ഇത്തരത്തിൽ 602 പേർക്കാണ് ഈ മാസം മാത്രം, അതായത് മെയ് മാസം മാത്രം 602 പേർക്കാണ് ഡെങ്കിപ്പനി ബാധിച്ചത്. അതിൽ 2 പേർ മരിക്കുകയും ചെയ്തു എന്നുള്ളതുകൂടെ വളരെ ആശങ്കയായിട്ടുള്ള ഒരു കണക്ക് തന്നെയാണ്. മാത്രമല്ല 1,893 പേർക്കാണ് ഇത് സസ്പെക്റ്റഡ് ആയിട്ടുള്ളത്. അതായത് ഡെങ്കിപ്പനി ബാധിച്ചു എന്ന് സംശയിക്കുന്നത് ഈ മാസം മാത്രം 1,893 പേർക്കാണ്. മഴക്കാലം എന്ന് നമുക്ക് പറയാനായിട്ടില്ല എന്നുകൂടെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. അതായത് മെയ് 4-ാം തീയതി മുതലൊക്കെയാണ് സംസ്ഥാനത്ത് കൂടുതലായിട്ട് മഴ വന്നു തുടങ്ങിയത്. തുടർച്ചയായി മഴ ലഭിച്ചു തുടങ്ങിയത് മെയ് മാസം തൊട്ടാണ്. മെയ് മാസം 4 മുതലുള്ള കണക്കുകളാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം മാത്രം 1,893 പേർക്ക് ഈ രോഗം സസ്പെക്ട് ചെയ്യുന്നു, സംശയിക്കുന്നു. എന്നാൽ അടുത്ത മാസം മുതൽ ഈ രോഗബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് പറയേണ്ടത്. നേരത്തെ ജിൽസി സൂചിപ്പിച്ച ഒരു കാര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. അതായത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം, നഗരത്തിൽ വളരെയധികം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു ജില്ല കൂടിയാണ് തിരുവനന്തപുരം. ഇവിടെ മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും അതുപോലെ തന്നെ
തന്നെ വകുപ്പ് തലത്തിലുള്ള ഒരു തർക്കം അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മേയർ വി രാജേഷിനെ കണ്ട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഇനി വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് അത് ക്ലിയർ ചെയ്ത് പോകേണ്ടതെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തൊരു റിപ്പോർട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ കൊടുത്തൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് നഗരത്തിലെ നിലവിലുള്ള ശുചീകരണ അവസ്ഥ, ശുചീകരണം എങ്ങനെയാണ്, മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ വലിയ തോതിൽ ഈ രോഗങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കും എന്നുള്ളതല്ല, അതിൽ യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ചിക്കുൻ ഗുനിയ, മലേറിയ തുടങ്ങിയിട്ടുള്ള രോഗങ്ങളെല്ലാം തന്നെ പടർന്നു പിടിക്കുന്നുണ്ട്. ഇതിലേറെ ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ്. വേനൽക്കാലത്ത് നമ്മൾ ആ കണക്ക് കണ്ടതാണ്. അത് വളരെയധികം ക്രമാതീതമായി ഉയരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു വേനൽക്കാലത്ത്. സ്വാഭാവികമായിട്ടും അത് കുട്ടികൾ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നു. അതായത് വേനലാകുമ്പോൾ ആ ചൂടിൽ നിന്നൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി കുട്ടികൾ കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരത്തിൽ എല്ലാ തരത്തിലുള്ള പകർച്ചവ്യാധികളും പടർന്നു പിടിക്കാൻ ഇനി സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമുക്കറിയാം, ഈ ഒരു അന്തരീക്ഷത്തിലെ ഈർപ്പം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ വ്യാപകമായി പടരുക തന്നെ ചെയ്യുക. അത്തരത്തിൽ ഇനിയും മഴക്കാല പൂർവ്വ ശുചീകരണത്തിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയോ അല്ലെങ്കിൽ കൃത്യമായി അത് ചെയ്യുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ ഇനി കൂടുതലായിട്ട് ഈ രോഗങ്ങൾ പടരാനാണ് സാധ്യത. ഇതുവരെ സ്കൂൾ തുറന്നിട്ടില്ല, സ്കൂളുകൾ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. സ്കൂളുകൾ തുറക്കുന്നതോടെ കുട്ടികൾക്കിടയിലും ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ പടരാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം ജാഗ്രത പാലിക്കണം, ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് കൂടിയാണ് പറയാനുള്ളത്. ശരി അക്ഷയ്, അതായത് വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം മഴക്കാലം എത്തുന്നതിന് മുൻപ് തന്നെയാണ് ഈ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആശങ്കയ്ക്കിടയാക്കുന്നത്. അക്ഷയ് കൃഷ്ണൻ എന്താണ് വിവരങ്ങൾ നൽകിയത്?